കേരളത്തിന്റെ അടുത്ത നായകൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാകാതെ നീളുന്ന സസ്പെൻസ് അന്ത്യഘട്ടത്തിലേക്ക്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുന്നതിനോട് VM സുധീരനും K മുരളീധരനും ഒഴികെയുള്ള മിക്ക മുതിർന്ന നേതാക്കളും അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നാണ് സൂചന. നേതാക്കളുടെ അഭിപ്രായത്തിന്റെ രത്നചുരുക്കം സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ബുധനാഴ്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി ചർച്ച ചെയ്യും. ഇതിനുശേഷമാകും കേരളം കാത്തിരിക്കുന്ന ആ നിർണായക പ്രഖ്യാപനം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനവട്ട ചർച്ചയിൽ K സുധാകരൻ, MM ഹസൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ KC വേണുഗോപാലിന്റെ പേരിനെ പിന്തുണച്ചു എന്നാണ് വിവരം. കേരളത്തിലെ ഭരണതലത്തിലും പാർട്ടി സംവിധാനത്തിലും KCയുടെ അനുഭവ പരിചയം ഗുണകരമാകുമെന്ന് ഇവർ വാദിക്കുന്നു. എന്നാൽ KPCC മുൻ അധ്യക്ഷൻ K മുരളീധരൻ VD സതീശനായി ശക്തമായി വാദിച്ചു. സതീശന് അനുകൂലമായ വലിയൊരു ജനവികാരം കേരളത്തിലുണ്ടെന്നും അത് കണ്ടില്ലെന്ന് നടിക്കരുതെന്നും അദ്ദേഹം ഹൈക്കമാൻഡിനെ ഓർമ്മിപ്പിച്ചു. തീരുമാനം ആരുടെ പക്ഷത്തായാലും അതൊട്ടും വൈകരുതെന്ന കർശന നിർദ്ദേശമാണ് മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചത്. പ്രഖ്യാപനം നീളുന്നത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും ഭരണത്തിന്റെ തുടക്കത്തിലുള്ള ആവേശം കെടുത്തുമെന്നും നേതാക്കൾ രാഹുലിനെ ധരിപ്പിച്ചു. ഇതോടെയാണ് കർണാടകയിലുള്ള ഖാർഗെയെ അടിയന്തരമായി ഡൽഹിയിലേക്ക് സോണിയാഗാന്ധി വിളിച്ചു വരുത്തിയത്. ബുധനാഴ്ച ഉച്ചയോടെ നടക്കുന്ന ഹൈക്കമാൻഡ് യോഗത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചിത്രം വ്യക്തമാകും. അതേസമയം VD സതീശനായി അണിയറയിൽ മുസ്ലിം ലീഗ് ചരടുവലികൾ തുടരുന്നത് ചർച്ചകൾക്ക് പുതിയ മാനം നൽകുന്നു. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഘടകകക്ഷികൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകിയിട്ടുണ്ട്. സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് മുന്നണിയുടെ കെട്ടുറപ്പിന് സഹായകമാകുമെന്നാണ് ലീഗിന്റെ അനൌദ്യോഗിക നിലപാട്. എന്നാൽ പരസ്യമായ ഒരു ഏറ്റുമുട്ടലിന് ലീഗ് തയ്യാറല്ല. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ സതീശന്റെ പദവി എന്തായിരിക്കുമെന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഉപമുഖ്യമന്ത്രി സ്ഥാനവും സുപ്രധാന വകുപ്പുകളും നൽകി സതീശനെ അനുനയിപ്പിക്കാനാണ് നീക്കം. എന്നാൽ സതീശൻ മന്ത്രിസഭയിൽ ചേരാൻ വിസമ്മതിച്ചാൽ അത് പുതിയ പ്രതിസന്ധിക്ക് കാരണമാകും. ഈ സാഹചര്യം ഒഴിവാക്കാൻ പ്രിയങ്ക ഗാന്ധി നേരിട്ട് സതീശനുമായി സംസാരിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. രമേശ് ചെന്നിത്തലയുടെ നിലപാടും ഈ ചർച്ചയിൽ നിർണായകമാണ്. ചെന്നിത്തലയെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് സംഘടനയുടെ സുപ്രധാന ചുമതല ഏൽപ്പിക്കാമെന്ന വാഗ്ദാനം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ KC വേണുഗോപാൽ ഒഴിഞ്ഞുവിടുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചെന്നിത്തല എത്തും. മുതിർന്ന നേതാക്കളെ മാന്യമായി പുനരധിവസിപ്പിക്കുക എന്ന തന്ത്രമാണ് പ്രിയങ്കയും രാഹുലും പയറ്റുന്നത്.